ഒരുപാട് കാലം ട്രേഡിങ്ങിന്റെ പിന്നാലെ നടന്ന് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളെ സ്ട്രാറ്റജീസ് ഒക്കെ വർക്കായി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഇമോഷണൽ പ്രോബ്ലംസ് ആണ് ലോസ് അവർഷൻ. ലോസ് അവർഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോഫിറ്റ്, നമ്മൾ റിസ്ക് റിവാർഡ് അനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അതിന് മുമ്പ് തന്നെ ഫിയർ കൊണ്ടോ നമ്മൾ എക്സിറ്റ് ആവും, നമ്മൾ ലോസ് നഷ്ടപ്പെടും, സ്റ്റോപ്പ് ലോസ് വീണ്ടും അടിക്കും എന്നുള്ള ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ഇട്ടിട്ട് അത് മറികടക്കാന്ന് വെച്ചാൽ കുറച്ച് ടഫുള്ള ഒരു ഇമോഷണൽ പ്രോബ്ലംസ് ആണ് ലോസ് അവർഷൻ. അത് മറികടക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ടെക്നിക്സ് ആണ് കോഗ്നേറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. കോഗ്നേറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിയർ, നമുക്കത് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ ആ ചിന്ത, അത് ഒരു മാനസിക അവസ്ഥയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മനസ്സിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നമ്മളെ മനസ്സെന്ന് വെച്ചാൽ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാട്ടോ പെട്ടെന്ന് എക്സിറ്റ് ആയിക്കൊന്ന് കാര്യം. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ലോസ് വന്നിട്ട് നമ്മളെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നമ്മ വിഷമിച്ചപ്പോൾ നമ്മളെ മനസ്സ് അതിനോടൊപ്പം വിഷമിച്ചിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മനസ്സ് പെട്ടെന്ന് പ്രോഫിറ്റ് കാണുമ്പോൾ എക്സിറ്റ് ആയിക്കോ, നീ പണ്ടത്തെ പോലെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുള്ള ഒരു സ്നേഹം കൊണ്ട് മനസ്സ് പറയുന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിനോട് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് അനുസരിച്ചും കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്, നമുക്ക് പ്രോഫിറ്റ് കിട്ടും, പേടിക്കേണ്ടെന്ന് നമ്മൾ മനസ്സിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. കോഗ്നിറ്റീവ് മൈൻഡ് സെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജെമിനോടോ അല്ലെങ്കിൽ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഗ്നിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ എഫക്റ്റീവ് സൈക്കോളജിക്കൽ ടിപ്സുകളാണ് നമ്മളെ പേജിലൂടെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് നമ്മളെ കണ്ടന്റുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.